അപ്പോൾ ഈ സത്യമാകുന്ന ആദർശത്തെ സർവാശ്രയമായി കണ്ടുകൊണ്ട് ജീവിതം ചെയ്യുന്നവർക്ക് ആനന്ദം ഈശ്വരൻ ദാനം ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. ലോകവശാൽ വിവിധ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ലോകവശാൽ പല വിധത്തിലുള്ള പോരായ്മകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനെ അറിയുന്നവർക്ക് ഒരിക്കലും ഗുരുവിനെ വിട്ട് അന്യമായി ചിന്തിക്കുവാനോ പറയുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. കാരണം അറിയുന്നത് അകം കൊണ്ടാണ്, പുറം കൊണ്ടല്ല. കഴിഞ്ഞ ഒരു ആരാധനയിൽ ഞാൻ പറഞ്ഞു, 3 വിധത്തിലുള്ള ആ സ്നേഹവും അതിൻ്റെ നിലനിൽപ്പും ഒക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ആ വിധത്തിൽ ഇതിനെ പൂർണ്ണമായും അറിയുന്നവർ ഗുരുവിനെ സർവാശ്രയമായി കണ്ട് ജീവിക്കുകയും എല്ലാ പോരായ്മകളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ ഗുരു അറിയുന്നുണ്ട് എന്ന തീരുമാനത്തോടുകൂടി ആത്മബലത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നതാണ്.